നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി മുരിയങ്കര JP ഹൌസിൽ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ കോടതി വിധിയിലെ അന്തിമവാദം നടക്കുകയാണ്. അന്തിമവാദത്തിന് ശേഷമാകും ശിക്ഷാവിധി എന്താണെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് അന്തിമവാദം നടക്കുന്നത്. രാവിലെ 11 മണിക്ക് കോടതി നടപടികൾ ആരംഭിക്കുകയായിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇത് പരിഗണിക്കണമെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചു. ഒരു ചെറുപ്പക്കാരന്റെ സ്നേഹത്തെയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയതെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. ഇന്നലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായ KJ ജോൺസൺ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു. ഇത് പ്രേമപ്പകയല്ല, പ്രേമത്തിന്റെ രക്തസാക്ഷിയാണ് ഷാരോൺ രാജ്. കുരുക്കിൽപ്പെടുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അന്ത്യശ്വാസം വലിക്കുമ്പോഴും ഗ്രീഷ്മയ്ക്കെതിരെ മജിസ്ട്രേറ്റിനോട് പോലും മൊഴി നൽകില്ല. ഏറ്റവും അവസാന നിമിഷം ICUവിൽ ശരീരം തുളയ്ക്കാൻ കയറിയപ്പോഴാണ് താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു, താൻ മരിക്കാറായെന്ന് അച്ഛനോട് പോലും ഷാരോൺ വെളിപ്പെടുത്തിയത്. ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവം എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. പ്രായത്തിന്റെ ആനുകൂല്യം നൽകാൻ പാടില്ല. ക്രൂരനായ കുറ്റവാളിയാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുക. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഗ്രീഷ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചേംബറിന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി ഗ്രീഷ്മയോട് ചോദിച്ചിരുന്നു. അത്തരത്തിൽ ഒരു ചോദ്യം ഉണ്ടാകുമെന്ന് മുന്നേ കൂട്ടി അറിയാവുന്ന ഗ്രീഷ്മ ജയിലിൽ നിന്ന് എഴുതി തയ്യാറാക്കിയ കത്ത് കൊണ്ടുവന്നുവെന്നാണ് വിവരം. ഗ്രീഷ്മയ്ക്ക് ഇനിയും പഠിക്കണം. 24 വയസ്സ് മാത്രമാണ് പ്രായം. ശിക്ഷയിൽ ഇളവ് നൽകണമെന്നൊക്കെയാണ് ഗ്രീഷ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഷാരോണിന്റെ സ്വപ്നം ഗ്രീഷ്മ തകർത്തു എന്നാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. ഷാരോണിനെ ഒഴിവാക്കാനായി മറ്റൊരാളെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയതെന്നാണ് കേസ്. ഷാരോണും ഗ്രീഷ്മയുമായി വർഷങ്ങളായി സുഹൃത്തുക്കളായിരുന്നു. മറ്റൊരു വിവാഹം നിശ്ചയിച്ചപ്പോൾ ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് നടത്തി വിദഗ്ധമായി പാരസെറ്റമോൾ കലർത്തിയ ജ്യൂസ് ഷാരോണിനെ കൊണ്ട് കുടിപ്പിച്ചു. ദേഹാസ്വാസ്ഥ്യം ഉണ്ടായെങ്കിലും ഷാരോൺ രക്ഷപ്പെട്ടു. പിന്നീടാണ് പളുകിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കൊടുത്തത്. 2022 ഒക്ടോബർ 14 ഷാരോൺ കഷായം കുടിച്ചത്. ദേഹാസ്വാസ്ഥ്യമുണ്ടായ ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 11 ദിവസത്തിനു ശേഷം ഷാരോൺ മരിച്ചു. ഷാരോണിന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പോലീസിനെയും എല്ലാം അതിവിദഗ്ധമായി തെറ്റിദ്ധരിപ്പിച്ച് ഷാരോൺ ആശുപത്രി കിടന്നപ്പോൾ രക്ഷപ്പെടാൻ ഗ്രീഷ്മ ശ്രമിച്ചു. മജിസ്ട്രേറ്റ് നൽകിയ മരണമൊഴിയിൽ ഗ്രീഷ്മയ്ക്കെതിരെ ഷാരോൺ ഒന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ സുഹൃത്തിനോടും അച്ഛനോടും ഗ്രീഷ്മ ചതിച്ചെന്ന് ഷാരോൺ പറഞ്ഞെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. ഷാരോണിന്റെ മരണശേഷം നിയോഗിച്ച പ്രത്യേക സംഘത്തിന് ഫോറൻസിക് ഡോക്ടർ കൈമാറിയ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകമായത്. പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു. തെളിവുകൾ നശിപ്പിച്ചതിന് ഗ്രീഷ്മയുടെ അമ്മ സിന്ധു നിർമ്മൽ കുമാരൻ നായരെയും പ്രതി ചേർത്തിരുന്നു. കസ്റ്റഡിയിൽ വെച്ച് ഗ്രീഷ്മ ആത്മഹത്യയ്ക്കും ശ്രമിച്ചു. 1 വർഷം ജയിലിൽ കിടന്ന ശേഷമായിരുന്നു ഗ്രീഷ്മ ജാമ്യത്തിൽ ഇറങ്ങിയത്. കാർപ്പിക്കുന്ന കളനാശിനിയാണ് ഷാരോണിന് കലർത്തി നൽകിയതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് വാങ്ങി നൽകിയത് നിർമ്മൽ കുമാറാണെന്നും തെളിവ് നശിപ്പിക്കാൻ അമ്മ സിന്ധു കൂട്ടുനിന്നതായിരുന്നു കേസ്. എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ കഴിഞ്ഞ ദിവസം അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടിരുന്നു. ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് ഗ്രീഷ്മ. ന്യൂയോർക്ക് ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷം BSc റേഡിയോളജി വിദ്യാർത്ഥിയായിരുന്നു ഷാരോൺ രാജ്. കഴിഞ്ഞ ഒക്ടോബർ 15 തുടങ്ങിയ വിചാരണ ഈ മാസം 3 അവസാനിച്ചത്. 95 സാക്ഷികളെയായിരുന്നു വിസ്തരിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.